വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമ്മുടെ മോദി സർക്കാർ കേരളത്തിലേക്ക് അയക്കുന്ന സഹായമൊക്കെ പേരുമാറ്റി കേരളം അടിച്ചെടുക്കുന്നു. കേരളം കൊടുക്കുന്ന കിറ്റ് സത്യത്തിൽ കേന്ദ്രം തരുന്നതാണ് എന്നൊക്കെയാണ് സംഘികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മെയ് മാസത്തിന്റെ തുടക്കം കേരളത്തിന് സഹായമായി മോദി സർക്കാർ 70,000 മെട്രിക് ടൺ അരി നൽകിയപ്പോൾ ശോഭാ സുരേന്ദ്രനും വി മുരളീധരനുമൊക്കെ അത് വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് ആക്കിയിരുന്നു. ശോഭാ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതോടെ സംഘികൾ പ്രചരണം ശക്തമാക്കി. മോദി സർക്കാർ നൽകിയ 70,000 മെട്രിക് ടൺ അരി ഉപയോഗിച്ചാണ് പിണറായി വിജയൻ കിറ്റ് നൽകുന്നതെന്ന പ്രചരണമടക്കം സംഘപാളയത്തിൽ നടന്നു. കിറ്റിൽ അരി ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ കിറ്റൊക്കെ മോദി നൽകുന്നതാണെന്നാണ് സംഘികളുടെ വാദം. ശോഭാ സുരേന്ദ്രന്റെയും മുരളീധരൻ ജിയുടെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതും ഇതേ കാര്യം തന്നെയാവാം. മോദിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളവർക്ക് കിറ്റ് നൽകുന്നതെന്നും പിണറായി വിജയൻ ആ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതുമാണെന്നാണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശോഭാ സുരേന്ദ്രനും മുരളീധരൻ ജിയും ഒക്കെ ഇനി കണ്ടം വഴിയോടാൻ തയ്യാറായിക്കൊള്ളൂ. രാജ്യത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രം ഭക്ഷ്യക്കിറ്റ് നൽകുന്നതെന്ന വിവരാവകാശ നിയമപ്രകാരം വഴിയുള്ള ചോദ്യം പുറത്തു വന്നതോടെയാണ് ശോഭാ സുരേന്ദ്രനും മുരളീധരൻ ജിക്കും കണ്ടം വഴി ഓടേണ്ടി വന്നത്. രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും കേന്ദ്രം ഭക്ഷ്യക്കിറ്റ് നൽകുന്നില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. വിവിധ പദ്ധതികൾ വഴി അരിയും ഗോതമ്പും കേന്ദ്രം നൽകുന്നുണ്ട്, എന്നാൽ ഭക്ഷ്യക്കിറ്റ് നൽകുന്നില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. തിരുവനന്തപുരം സ്വദേശിയായ അജയ് എസ് കുമാറാണ് വിവരാവകാശം വഴി ഈ ചോദ്യം ഉന്നയിച്ചത്. ഏതെല്ലാം സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ ഭക്ഷ്യക്കിറ്റ് നൽകുന്നുണ്ട്, എത്രയെണ്ണം വിതരണം ചെയ്തു എന്നതായിരുന്നു ചോദ്യം. വിവിധ പദ്ധതികൾ വഴി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അരിയും ഗോതമ്പും മാത്രം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്, എന്നാൽ ഭക്ഷ്യക്കിറ്റ് കേന്ദ്രം നൽകുന്നില്ല. നേരത്തെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP പ്രചരിപ്പിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ ഭക്ഷ്യക്കിറ്റാണ് കേരളത്തിൽ മുഖ്യമന്ത്രി നൽകുന്നതെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വരെ പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്രം നൽകുന്ന കിറ്റാണെങ്കിൽ എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ K സുരേന്ദ്രന് അന്ന് തന്നെ മറുപടി നൽകിയിരുന്നു. ഏതായാലും വിവരാവകാശ നിയമപ്രകാരമുള്ള ഈ മറുപടി ലഭിച്ചപ്പോൾ പെട്ടത് കേരളത്തിലെ സംഘികളാണ്. കൂടാതെ കേന്ദ്രം ഭക്ഷ്യക്കിറ്റ് നൽകുന്നു എന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രനും VT രമേശും മുരളീധരൻ ജിയുമൊക്കെ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.